ഹായ്, ഐ ഹാവ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ടോക്ക് അബൌട്ട്. ഒരു പബ്ലിക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ച സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ ഇഷ്യൂസിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കണമെന്ന്. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഐ ആം വെരി ട്രിഗേർഡ് ബൈ എ കോൺവെർസേഷൻ ഐ ഹാഡ് എ ഫ്യൂ ഡേയ്സ് ബാക്ക്. നമ്മുടെ വീട്ടിൽ മുതിർന്നവരോടൊക്കെ സംസാരിക്കുമ്പം എസ്പെഷ്യലി ഈ അവരുടെ ടേംസിൽ മോഡേൺ ഡ്രസ്സിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പം നിങ്ങൾ കേൾക്കുന്ന ചില വാക്കുകൾ ഉണ്ടാവില്ലേ, സംസ്കാരം, മാന്യത എക്സെട്ര. അതേപോലെ അന്നത്തെ കോൺവെർസേഷനിൽ ഞാനും കേട്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. റിവീലിംഗ് ആയ ക്ലോത്ത്സ് ഇടുന്ന പെൺകുട്ടികൾ അവരുടെ വാല്യൂ സ്വയം കുറയ്ക്കുകയാണ്. നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് വേണം നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ. ഇങ്ങനെ ശരീരം കാണിച്ച് നടക്കുമ്പോൾ എന്ത് സന്തോഷമാണ് കിട്ടുന്നത്. പണ്ട് മാറുമറക്കൽ സമരം നടത്തിയ നാട്ടിലെ ആൾക്കാരാണ് നമ്മൾ. എന്നിട്ടാണോ ഇപ്പം ഇങ്ങനെ തുണിയില്ലാതെ നടക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾ വാശി പിടിക്കുന്നത്? അല്ലെങ്കിലേ ലോകം സേഫ് അല്ല. ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ അവർ വീണ്ടും ഡേഞ്ചർ ഇൻവൈറ്റ് ചെയ്യാണ്. സങ്കടം തോന്നും. എന്തോ മാതിരി നെഞ്ചിൽ ആദ്യമാണ് ഇങ്ങനെ കാണിക്കേണ്ടാത്തതൊക്കെ കാണിച്ച് ഡ്രസ്സ് ഇട്ട് കാണുമ്പോൾ. ദേഷ്യം കയറണില്ലേ? ട്രിഗേർഡ് ആവണില്ലേ? സെയിം, എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ പറഞ്ഞ പോയിന്റ്സിനെ നമുക്കൊന്ന് ഡൈസെക്ട് ചെയ്ത് നോക്കിയാലോ. ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ പല പാർട്സ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സംസ്കാരത്തിനെ കുറിച്ച് സംസാരിക്കാം. ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ്, അതായത് ചൂട് കാലാവസ്ഥയുള്ള ഒരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ കാലങ്ങളോളം ഇന്ത്യയിലെ സ്ത്രീകളായാലും ആണുങ്ങളായാലും ബെയർ ചെസ്റ്റഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പോസ് ആവുന്ന രീതിയിലുള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ പ്രൂഫാണ് നമ്മൾ പഴയ ടെമ്പിൾസിൽ കാണുന്ന ദേവികളുടെയൊക്കെ സ്കൾപ്ചേഴ്സ് ഇല്ലേ. ആ ചൂട് കാലാവസ്ഥയിൽ ദേഹം മൊത്തം മൂടി നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി അൺകംഫർട്ടബിൾ ആയിരുന്നു. അപ്പൊ പിന്നെ ബോഡി മൂടുന്നതാണ് മര്യാദ എന്നുള്ള കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്? ബ്രിട്ടീഷുകാർ ഇന്ത്യ കോളനൈസ് ചെയ്തതിന് ശേഷമാണ് ആ ഐഡിയ വന്നത്. പഴയ ബ്രിട്ടീഷുകാരുടെ ഐഡിയ അനുസരിച്ച് സ്കിൻ കാണിക്കുന്നത് അൺസിവിലൈസ്ഡ് ആയ ആൾക്കാർ അല്ലെങ്കിൽ പുരാതനമായ ആൾക്കാർ, സംസ്കാരം ഇല്ലാത്തവർ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അവരിട്ടിരുന്നതോ ഫുൾ സ്ലീവ്സ് ഉള്ള ഹൈ നെക്കുള്ള ഫുള്ളി കവർ ചെയ്യുന്ന ഗൗൺസ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ സമ്മറിൽ ചൂട് കുറവും വിന്റേഴ്സിൽ ഒരുപാട് തണുപ്പുമാണ്. സോ അവരുടെ കാലാവസ്ഥ അനുസരിച്ച് ഇവോൾവ് ആയി വന്ന ഡ്രസ്സിംഗ് സ്റ്റൈലാണ് അവരുടേത്. പക്ഷേ ഇന്ത്യനെ കൊളനൈസ് ചെയ്തതിനു ശേഷം അവർ ഇന്ത്യയിൽ വന്നിട്ട് പറയാൻ തുടങ്ങി, നിങ്ങൾ ക്ലാസ് ഉള്ളവരാണെങ്കിൽ, അല്ല നിങ്ങൾ സ്റ്റാൻഡേർഡ് ഉള്ള സിവിലൈസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശരീരം മൊത്തം മറയ്ക്കുന്ന രീതിയിൽ വേണം ഡ്രസ്സ് ചെയ്യാനെന്ന്. ഈ ഐഡിയോളജി അവർ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ആൻഡ് വിത്ത് ടൈം ഇന്ത്യയിലെ മേൽ ജാതിയിൽപ്പെട്ട ആൾക്കാർ ഈ കോൺസെപ്റ്റിനെ ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ പണ്ട് ഹയർ കാസ്റ്റിൽ ആൾക്കാർ ചെയ്യുന്നതാണല്ലോ അൾട്ടിമേറ്റും. അങ്ങനെ ഈ ഇംഗ്ലീഷ് സംസ്കാരം പിന്നെ ഇന്ത്യൻ സംസ്കാരമായിട്ട് റീബ്രാൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. സോ ഈ മുഴുവൻ മൂടി നടന്നാലേ അല്ലെങ്കിൽ മോഡസ്റ്റ് ആയിട്ടുള്ള തുണികൾ ഇട്ടാലേ മര്യാദ ഉള്ളൂ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സംസ്കാരം അല്ല. പക്ഷേ ഈ പറഞ്ഞ പഴയ ചിന്താഗതിയിൽ നിന്ന് മാറി ഇപ്പോഴത്തെ ഈ വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ ക്ലൈമറ്റ് അനുസരിച്ച് ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. ബട്ട് നമ്മൾ ഇന്ത്യക്കാർ ഇപ്പോഴും ഈ ഫോൾസ് ഐഡിയ ഓഫ് സംസ്കാരം പിടിച്ചിരുന്ന് അവരുടെ നാട്ടിലെ സ്വന്തം സ്ത്രീകളെ മോശക്കാരാക്കുന്നു. വാട്ട് പിറ്റി അല്ലേ? ബാക്കി ഞാൻ പാർട്ട് 2 പറയാം.